ഹായ് എല്ലാവർക്കും രാക്കാസ് കിച്ചൻ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് മോരുകറിയാണ് കേട്ടോ. അപ്പോൾ കുമ്പളങ്ങ വെച്ചിട്ടാണ് മോരുകറി ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയ്ക്ക് പോകാം. അപ്പോൾ കുമ്പളങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കുമ്പളങ്ങയാണ് മോരുകറി വെക്കുന്നത്. അപ്പോൾ അതിനായിട്ട് കുമ്പളങ്ങ നന്നാക്കി കഴുകി വൃത്തിയാക്കി വെച്ചിട്ട് ചെറിയ പീസാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കതിലേക്ക് വേണ്ടത് നാളികേരമാണ്. ഒരു ബൗൾ നിറച്ച് നാളികേരം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 ടീസ്പൂൺ ജീരകം, ഒരു പച്ചമുളകും ചേർത്തിട്ടുണ്ട്. പിന്നെ 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു തണ്ട് കറിവേപ്പില, 3 പച്ചമുളക്, പിന്നെ നമുക്ക് പുളിക്ക് ആവശ്യത്തിന് തൈര്, പിന്നെ നമുക്ക് കുറച്ച് ഉള്ളി എടുത്തിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, ഒരു തണ്ട് കറിവേപ്പില വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് കുമ്പളങ്ങ മോരുകറി വെക്കാനായിട്ട് മെയിൻ പെട്ട സാധനങ്ങൾ. പിന്നീട് ഉള്ള സാധനങ്ങൾ ഞാൻ വഴിയെ കാണിച്ചു തരാം കേട്ടോ. കുമ്പളങ്ങ ഒന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ടൊരു കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട്. കുക്കറിലേക്ക് നമുക്ക് കുമ്പളങ്ങയൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് പൊടികളാണ്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പച്ചമുളക്, കറിവേപ്പില. ഇതും എല്ലാതും ഒരുമിച്ച് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. വെന്ത് വരാനായിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ ആദ്യം ഒരു ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമുക്കിതിൽ പോരായി വരാണെങ്കിലാണ് രണ്ടാമതും വെള്ളം ഒഴിക്കണ്ടോ. അപ്പോൾ ഇത് കുറച്ച് കുറവാണ്. അപ്പം ഞാൻ ഒരു ഗ്ലാസ്സും കൂടി ഒഴിക്കുന്നുണ്ട് കേട്ടോ. അതെ, രണ്ടാമത്തെ ഗ്ലാസ് വെള്ളം കൂടി ഞാൻ ഒഴിച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് കറിക്ക് ആവശ്യത്തിനുള്ള വെള്ളമായിട്ടാണ്. ഇതായ കുക്കറൊക്കെ അടച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഒക്കെ ഒന്ന് കത്തിച്ചു കൊടുക്കാം. കത്തിച്ചു കൊടുത്തതിന് ശേഷം 2 വിസിലടിച്ചാൽ മതി കേട്ടോ. കുമ്പളങ്ങി വേവാൻ ചില കുമ്പളങ്ങി പെട്ടെന്ന് ഇങ്ങനെ വെന്ത് വരില്ല. അതുകൊണ്ടാണ് 2 വിസിലടിക്കുന്നത് കേട്ടോ. ഇത് വരുമ്പോഴേക്കും നമുക്ക് നാളികേരമൊക്കെ ഒന്ന് അരച്ചെടുക്കാം. അതിനായിട്ടൊരു മിക്സിയുടെ ചെറിയ ജാറ് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് നാളികേരം ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ഞാൻ ഇതിൽ ഇങ്ങനെ ചേർക്കുമ്പോൾ നാളികേരം ആദ്യം അരച്ചു, പിന്നെ തൈര് ഉടച്ചു, അങ്ങനെയല്ല ചേർക്കാറ് കേട്ടോ. അപ്പോൾ ഞാൻ വെക്കുന്ന രീതിയിലാണ് ഞാൻ ചെയ്യാറ്. അപ്പം ഞാൻ ഈ നാളികേരത്തിൻ്റെ ഒപ്പം തന്നെയാണ് മോരും തൈരും ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പം നമുക്ക് വേറെ പ്രത്യേകിച്ച് ഇതിൽ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് നന്നായി നമുക്ക് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം കേട്ടോ. കൂടാതെ നമ്മൾ നാളികേരം അരക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പം ഞാൻ കുറച്ച് ഉപ്പൊക്കെ എടുത്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായി അരച്ചെടുക്കാം. നമ്മൾ വെള്ളമൊന്നും ചേർത്തിട്ടില്ല, നല്ല പോലെ അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കുമ്പളങ്ങയുടെ ഞാൻ 2 വിസിലടിച്ചില്ല കേട്ടോ, 1 വിസിലടിച്ചോളൂ. പിന്നെ എനിക്ക് മനസ്സിലായി പിന്നെ ആ എയറിൽ കിടന്നിട്ട് വെന്തോളുന്നു. അപ്പോൾ 1 വിസിലടിച്ച് നിർത്തിയതാണ്. അപ്പോൾ അതിൻ്റെ എയറൊക്കെ പോയി നോക്കട്ടെ. അതേ പോയിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കറൊക്കെ ഒന്ന് തുറന്ന് നോക്കാം. കുക്കറൊക്കെ ഞാൻ തുറന്ന് നോക്കിയിട്ടാണ്. അപ്പോൾ അതേ കുമ്പളങ്ങയൊക്കെ നല്ല പോലെ വെന്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ 1 വിസിലടിച്ച് ഓഫാക്കി. പിന്നെ അതിൻ്റെ എയറിൻ്റെ ചൂടത്ത് കിടന്ന് വെന്തതാണ് കേട്ടോ. നമ്മൾ ഈ നാളികേരം അരച്ചപ്പോൾ ഉപ്പ് ചേർത്തുണ്ടായിരുന്നു. അരച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഉപ്പ് പാകമില്ലെങ്കിൽ നോക്കാം കേട്ടോ. അപ്പം ഞാനത് തൊട്ട് നോക്കിയപ്പോൾ ഉപ്പ് കറക്റ്റാണ്, ഉപ്പ് പാകത്തിനൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് കറിയിൽ വേറെ ഉപ്പ് ചേർക്കേണ്ടി വരില്ല. അപ്പോൾ ഇത് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നാളികേരമൊക്കെ അരച്ചത് ഞാൻ കുമ്പളങ്ങയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം നമുക്ക്. ഇത് എല്ലാത്തിലേക്കും പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നത് കേട്ടോ. ഇനി ഇത് നമുക്കൊന്ന് സ്റ്റവ് കത്തിച്ചിട്ട് ഒന്ന് പത വരാനേ പാടുള്ളൂ. നമ്മൾ തിളച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാകെ പിരിഞ്ഞു പോകും. അപ്പം അതുകൊണ്ട് നമുക്കൊന്ന് തിളപ്പിക്കാം കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ മോരുകൂട്ടാൻ ഒന്ന് പത വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഓഫാക്കാണ് തീ. അപ്പോൾ ഇതിൽ കിടന്നിട്ട് നമുക്ക് ഉപ്പൊക്കെ പോരായ തോന്നണവർ ഇട്ട് കൊടുക്കാം. ഞങ്ങൾക്ക് ഇത് കറക്റ്റ് പാകത്തിൻ്റെ അളവത്തിലാണ് ഞങ്ങൾ ഇടുന്നത്. അപ്പോൾ ഞാൻ സ്റ്റവൊക്കെ ഓഫാക്കി കൊടുക്കുന്നത്. അതേ കാറ്റ് ഒഴിക്കാനായിട്ട് ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇനി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. വെളിച്ചെണ്ണ നന്നായി ചൂടായി കിട്ടാം. ഇതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ കടുകും 1/4 ടീസ്പൂൺ ഉലുവയും കൂടി ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി കഴിഞ്ഞു തുടങ്ങി. അപ്പം നമുക്ക് 2 വറ്റൽമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ഉള്ളി അരിഞ്ഞ് വെച്ചതും വേപ്പിൻ്റെ അടിയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയോളൂ കേട്ടോ. നമ്മുടെ മോരുകറിക്ക് നല്ലൊരു മണം കിട്ടാനാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. ഇതൊന്ന് ഉള്ളിയൊക്കെ നല്ലപോലെ മൊരിഞ്ഞ് വരണം, എന്നിട്ടാണ് നമുക്ക് ഒഴിക്കാൻ. അതായത് ഉള്ളിയൊക്കെ മൊരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി ഒന്നാവണം, ഗോൾഡൻ കളറാണ് വരണം.
എന്നിട്ട് വേണം നമുക്ക് അതിലേക്ക് ഒഴിക്കാനായിട്ട്. അപ്പോൾ ഉള്ളിയൊക്കെ നല്ല പോലെ മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ സ്റ്റൗ ഒക്കെ ഓഫാക്കി കൊടുത്തു, കാരണം ഈ വെളിച്ചെണ്ണ നല്ല ചൂടാണ്. അപ്പോൾ അതിൽ കിടന്ന് ഒന്നും കൂടി മുരിഞ്ഞ് വരും. അതിന് വേണ്ടിയിട്ടാണ് സ്റ്റൗ ഓഫാക്കി കൊടുത്തത്. നമുക്ക് മോരുകറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അതെ, മോരുകറിയിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളത് കൊണ്ട് കുറച്ചും കൂടി നമ്മളിതെങ്ങനെ ചാറൊക്കെ ഒഴിച്ച് ഒന്ന് കൂട്ടി തട്ടി ഇതേപോലെ തട്ടി നമുക്ക് വീണ്ടും ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ അടിക്കുക. അതിൻ്റെ ഒപ്പം തന്നെ ഓൾ എന്നുള്ള ബട്ടണും കൂടെ അടിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരുന്നതായിരിക്കും. അതുവരെയും ടാറ്റാ, ബൈ ബൈ.